ഓൾഡ് ഏജ് ആയിട്ടുള്ള പീപ്പിൾ ആട്ടോ ജീവിക്കുന്നത്. ഇവരെ മക്കളൊക്കെ സിറ്റിയിലാ ജീവിക്കാം. സൊസൈറ്റി പൈപ്പ് അല്ലേ, അതിനെന്തേലും പറയാ? പണ്ഡിതനാണെന്ന് തോന്നുന്നു, അർത്ഥം പറഞ്ഞു കേട്ടില്ലേ? അവരോട് എങ്ങനെയാണ് ഇവര് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്, ജീവിക്കുന്നത് പറഞ്ഞു. ഇവിടെ ഹലോ ഗൈസ്, അപ്പൊ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നത്തെ വ്ളോഗ് എന്താന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും പറഞ്ഞ് നമ്മൾ ആ പൊട്ട അടുക്കള കണ്ട് മടുത്തത്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ കഷ്ടപ്പെട്ട് ബോട്ടൊക്കെ പിടിച്ചിട്ട് നമ്മൾ ഇപ്പൊ ഒരു ഐലൻഡ് പട്ടിയുണ്ട് പേടിക്കണ്ട ഷിങ്കൂർക്ക് അതാണ് എല്ലാവർക്കും. അപ്പം ഇവിടെ വെച്ചാൽ റോഡൊന്നുമില്ല, ഇതൊരു വിതർമ്മിക്കാത്തൊരു സ്ഥലമാണ്. റോഡല്ലേ, അല്ല വികസിച്ചിട്ടില്ല. നമ്മളെ ഐലൻഡ് നമ്മളെ പുര അവിടെയാണ്. ആ പുരന്ന് ഏകദേശം ഒരു ബോട്ട് ഒരു 10-15 മിനിറ്റ് കയറിയിട്ട് ഇവിടെ ബോട്ട് പിടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അത്ര സ്ട്രഗിൾ ചെയ്തിട്ട് നിങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണണമെന്ന്. അപ്പൊ നമ്മള് ഈ ഐലൻഡിലോട്ട് വന്നേക്കാണ്. ഈ ഐലൻഡ് ഹണ്ടിങ് ആണ്. ഇത് ഇവിടുത്തെ ബൈക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളും. ഇതൊരു കുട്ടി വില്ലേജ്, കടകളൊന്നുമില്ല. ആൾക്കാർ എന്താ ചെയ്യാന്ന് വെച്ചാല് ബോട്ട് പിടിച്ചിട്ട് സിറ്റിയിലോട്ട് പോവും, എന്നിട്ട് അവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവിടെ വരും. അങ്ങനെയാണ് ഇവിടെ അങ്ങനെയാണ് ഇവിടെ ജീവിക്കുന്നത്. കണ്ടില്ല, ഒരുപാട് ഫാമിലി ഇങ്ങനെ. അപ്പൊ അങ്ങനെയാണ് ജീവിക്കുന്നത്. മോസ്റ്റ്ലി ഇവിടെ ഫ്ലാറ്റ് ഒന്നുമില്ല, ഈ വുഡൻ ഹൗസസ് തന്നെയാണ് ഇവരുടെ ഒരു ലൈഫ് എന്ന് വെച്ചാല്. ഇതിവിടെ ഗ്രാമമായിട്ട് പോലും നടപ്പാത. ഇത് ഷിങ്കുവിന്റെ ഫ്രണ്ട് സുബുവാന. ഇതാണ് എന്റെ സുബു എന്ന് പറഞ്ഞിട്ട് മൈക്ക് ഇങ്ങനെ പോണ്ട്. ഇതാണ് എന്റെ സുബു. നീ തിരിഞ്ഞിരുന്നു, എന്താ അറിയോ, അവിടുന്ന് കാറ്റ് തിരിഞ്ഞിരുന്ന് സംസാരിക്കും, തിരിഞ്ഞു നിൽക്കും. അപ്പൊ അപ്പൊ ഇവിടുത്തെ വണ്ടികളും കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, ഭയങ്കര ഒരു ഇത്. അപ്പൊ നമുക്കൊരു ഐലൻഡ് ഹണ്ടിലോട്ട് പോവാം. പിന്നൊരു കാര്യം, ഈ വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യാ. നമുക്ക് ഇപ്പോഴും ഇവിടെ എത്താന്നറിയില്ല, നമ്മൾ ഇവിടെ ഒന്ന് പോയി സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് എല്ലാം മാക്സിമം എല്ലാം കവർ ചെയ്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാല് നമ്മൾ വേറൊരു ഐലൻഡിൽ പോകുന്നതാണ്. ഓക്കെ, ഒന്ന് ക്യാമറയുടെ മുന്നിൽ മാറുമോ? ആൾക്കാർക്ക് ഇതൊക്കെയാണ് ഇവിടുത്തെ വീട്. ഇവിടുത്തെ കടല്ല, കട അത് കടയാ. അത് സിം കടയാണെങ്കിൽ സിം കാർഡ് കിട്ടുന്ന ഒരു ഏരിയയിൽ പിന്നെ ബാക്കിയുള്ള സാധനം കിട്ടൂലേ? എന്നാലും ഇല്ല, നമ്മളെ സിറ്റിയിലില്ലേ പട്ടി കണ്ട ഓടല്ലേ, മാഗ്നറ്റും കാര്യങ്ങളല്ലേ. പട്ടി കൂട്ടിയിട്ട് കടിക്കോ? ഇല്ല. ഈ മൈക്ക് എന്താ ചെയ്യണ്ട? ഓഫ് ചെയ്ത് നോക്കണം. ഓഫ് ചെയ്തൊന്നും വെക്കണ്ട. നിങ്ങളെ ഓടല്ലേ പട്ടീനെ കണ്ട ഓടല്ലേ. ഇത് ഇവിടുത്തെ വീട്ടിലത്തെ പട്ടിയാ. അത് ശരി. എന്നാലും ഈ സിറ്റി ആയതുകൊണ്ടായാലും എന്താ ക്ലീനില്ലേ. സിറ്റി അല്ല, വില്ലേജ്. പിന്നെ നടന്നു വന്ന സ്ഥലം ഓർമ്മ വേണേ തിരിച്ചു പോവാനുള്ളതാണ്. വില്ലേജ് നിങ്ങൾ നോക്ക്, ഭയങ്കര ക്ലീൻ ആയിട്ടാണ്. എന്നാലും വില്ലേജിലായാലും ആ വേസ്റ്റ് മാനേജ്മെന്റും കാര്യങ്ങളെല്ലാം ഉണ്ട്. അല്ല നമ്മൾ ഇനി എവിടേക്കാ പോവൂ? ആരോട് എന്തേലോടൊക്കെ ചോദിച്ചിട്ട് എങ്ങോട്ടേക്കും പോവാൻ പറ്റും. ഇതൊക്കെ വില്ലേജ് വീടുകളാണ്. എല്ലാ വീട്ടിലും പട്ടി ഉണ്ടാവും കേട്ടോ. ആൾക്കാർ പിക്നിക്കിന് വരുന്ന സ്ഥലം തന്നെയാണ്. എന്നാണെങ്കിലും ചൊരിക്കാറ്റ് അവിടെ നിന്ന്. ഞാനിങ്ങനെ തിരിഞ്ഞു നിന്നിട്ടാ സംസാരിക്കണ. എന്താന്ന് വെച്ചാല് ഇവിടെ മൊത്തം കാറ്റടിക്കുന്നുണ്ട്. ഇവിടുത്തെ വെതറും ഭയങ്കര മോശമാണ്. അപ്പൊ ഇവിടെ ജീവിക്കുന്ന വെച്ചാല് ഇവിടെ വിന്റർ ആയി കഴിഞ്ഞാൽ ഭയങ്കര തണുപ്പും കാര്യങ്ങളാണ്. അന്നേരം ഇവർക്ക് നല്ല പോലെ വിറക് വേണം. അപ്പൊ ഇവരിങ്ങനെ വിറക് ഇങ്ങനെ ഉറുമ്പ് കൂട്ടി വെക്കണ പോലെ കൂട്ടി വെച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് ഇവർക്ക് ഹീറ്റിങ്ങിനായാലും എല്ലാത്തിനായാലും ഇതേപോലെ വിറക് ആവശ്യമാണ്. അടുത്ത മാസം മുതൽ മഞ്ഞ് വീഴാൻ തുടങ്ങും. അടുത്ത മാസം മുതൽ മഞ്ഞ
അന്നേരം വിറക് വേണം. ഇതാണ് റഷ്യന്റെ ഉൾക്കാഴ്ച. ഇതാണ് ഇവിടുത്തെ നമ്മളെ നാട്ടിലത്തെ പോലെ വെള്ളം വരുന്ന പൈപ്പ്. അതിനെന്താ എന്ന് പറയാ? സൊസൈറ്റി പൈപ്പ് അല്ലേ? അതിനെന്തേന്ന് പറയാ? എന്തോ സർക്കാരിന്റെ വകയുള്ള പൈപ്പിന് എന്തോന്ന് പറയാ? എല്ലാരും ഒന്ന് കമന്റ് ബോക്സിൽ ഇടണേ. എന്നുവെച്ചാലില്ലേ ഇവിടെ എന്തോ കാർഡ് വെച്ച് പേ ചെയ്തിട്ടാണ്. ഓ ഇവിടെ ടെക്നോളജി വേറെ ലെവലല്ലേ? കാർഡ് വെച്ചാൽ ഫിൽറ്റർ ചെയ്ത വെള്ളം നമ്മൾ അവിടെ ഇല്ല ഇങ്ങനെ ഇതാക്കുന്നതേ പോലെ. അപ്പൊ ഇതൊക്കെ മേ ബി ഇതെന്താന്നറിയില്ല. ഇപ്പൊ നമ്മൾ ഒരു വീടിന്റെ സൈഡിൽ കൂടെ പോവുക. നോക്ക് എന്താ നോക്ക് ചിത്രങ്ങളൊക്കെ വെച്ചിട്ട്. സോ ഇതൊക്കെയാണ് വീട്. അമ്മച്ചി ഹായ് ചോദിച്ചോക്ക്. എന്ത് വാ നമുക്ക് ഇവരുടെ അടുത്തൊന്ന് ചോദിച്ചോക്കാം. ആദ്യം കട വരെ പോയിട്ട് വന്നാലോ? വെറുതെ വാ, അതുകഴിഞ്ഞിട്ട് കട പോവാ. അതാ എന്നാ ചെല്ല്. ഞാൻ കുറച്ച് വിട്ടു നിൽക്കാം. നിങ്ങൾക്ക് അടി കൊള്ളുകയാണെങ്കിലോ? ചെല്ല്, രണ്ടാളും ചെല്ല്. രണ്ടാളും എങ്ങോട്ടോ പോകുന്നുണ്ട്. അടി കൊള്ളുകയാണെങ്കിൽ മേടിച്ച് കുത്തിക്കോട്ടെ. എന്തിനാണോ പോണത്? മൈക്ക് അങ്ങോട്ട് വെപ്പിക്കണ്ട, അടി കൊള്ളും. Можно мы показывать видео? Меня? Да, вот это. Как? Да, цветок как. എന്താണ് നീ എന്താ ചോദിച്ചേ? ഞാനൊന്ന് വീഡിയോ എടുത്തോട്ടെ നിങ്ങൾക്ക് ചെയ്യുന്നതാണ്. അയ്യാന്ന് ചോദിക്കട്ടെ, ജസ്റ്റ് സംസാരിച്ച് ദാസിച്ചും പറഞ്ഞിട്ട് കൂടെ പോന്നാ പോരെ. അവര് പറഞ്ഞേ ഒന്ന് റെഡി ആയിട്ട് വരാന്ന്. Не фото, мне нужно сделать видео. Что? Как вы? പൂവാണെന്ന് പറയാ. അതാ പൂവ് എടുത്ത് കാണിക്കണത്. ചെല്ലേ. красиво. എത്ര രൂപ ചോദിക്ക്? ഇതിന്ന് അവർക്ക് വേണ്ട. അപ്പൊ ഇതാണ് സൺഫ്ലവർ ഓരവിടെ സെറ്റ് ആക്കിയതാ. ഇതൊരു വീടാട്ടോ. ആഹാ ശിവ ഇതാണ്. അയ്യോ അവ കുഴപ്പമില്ല. ഇതൊക്കെയാണ് ഇതിവിടെ കൃഷി ഏരിയ. അവിടെ പോയി നല്ല സ്വഭാവം കേട്ടോ. ഇതിങ്ങനെ കാണിച്ചിട്ട് പറഞ്ഞിട്ട് ഇതൊക്കെ പോവാണെന്നൊക്കെ. ഇതൊക്കെ നമ്മുടെ നാട്ടിലത്തെ ചെണ്ടുമല്ലി പോലത്തെ പൂവാണ്. ഒരു വയസ്സായതാട്ടോ. ഇവരെ മക്കളൊക്കെ ചിലപ്പോ സിറ്റിയിലായിരിക്കും ജീവിക്കുന്ന, പക്ഷെ ഇവര് ഒറ്റക്ക് ജീവിക്കും. പേരൊക്കെ ചോദിക്കും. Как вас зовут? Надежда. Вы живут? ഓക്കെ, അവരിവിടെയാണ് ജീവിക്കുന്നത്. അപ്പം ഇങ്ങനെ നല്ല രസമുണ്ടല്ലേ? നല്ല രസമുണ്ട്. അപ്പൊ ഇതുവരെ വീടാട്ടോ. അവിടെ എടുത്തോ. എടുക്കാൻ പറഞ്ഞപ്പോ ഫുള്ള് എടുക്കാൻ പറഞ്ഞു. Здесь есть малина и... малина уже отошла. Нету, да? Сейчас? Смородина тоже отошла. Окей. Уже поздно приехали. И здесь есть какое место малина? Нету? Нету малины. Все уже листья. Хорошо. അതായത് ഞാൻ ചോദിച്ചത് എന്താന്ന് വെച്ചാല് вот только рябина, вот видите, рябина осталась. റാസ്പർ ഇതുണ്ടെന്ന് ഫ്രൂട്ട്. അതെന്ത് ഫ്രൂട്ടാ? റിബീന എന്നാ പറഞ്ഞ. അതിന്റെ ഇംഗ്ലീഷ് എന്താന്ന് തിന്നാൻ പറ്റുമോ? തിന്നാൻ പറ്റുമോ? Это фрукт, да? Ну это ягода. 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 Да. Из нее варят компот, из нее варят варенье. Кого давление высокое, это хорошо. അതായത് അസുഖങ്ങളൊക്കെ വന്നാല് അത് ദവലീനിയ എന്ന് വെച്ചാല് അത് നമുക്ക് കഴിക്കാനും എന്തോ തിളപ്പിച്ച് കുടിക്കണ സാധനം എന്നൊക്കെ അമ്മച്ചി പറഞ്ഞു. Она сейчас горькая, его замораживает, она как бы более приходит, и может даже так. Хорошо. എന്നും ഇങ്ങനെ ഇവിടെ കാറ്റുണ്ടോ ചോദിച്ചത്? Это погода вот такое. Вот такая погода, да. Вот такая. А было тепло до этого-то. Как зима есть здесь? Зима, скоро будет теплее. എന്ത്? Зима, വിന്റർ. മഞ്ഞ്. സ്നേഗ് മീൻസ് സ്നോ ആണ്. അത് ഇത്ര വരെ ഉണ്ടാവും പറഞ്ഞ. Мы живут в Архангельск город. Как из здесь? Мы на пароходе, мы же на пароходе приехали. Да, проходим. Ну, так тоже на пароходе там ездят каждый раз.
вы как покупаете продукты? Продукты в магазине ведь есть. И здесь есть магазин? പണ്ഡിതനാണെന്ന് തോന്നുന്നു ഫുള്ള് അർത്ഥം പറയും. Пойдем, я выведу ആ вас на дорогу. ഞാൻ കടയും ചോദിച്ചെന്ന് കാണിച്ചു വെച്ചാല് അവരോട് എങ്ങനെയാണ് ഇവര് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് ജീവിക്കുന്നത് പറഞ്ഞു ഇവിടെ മാഗസീനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവര് കാണിച്ചു തരാം എങ്ങനെയാണ് മേടിക്കണത് വമ്പ നല്ല അമ്മച്ചിയാണല്ലോ. എന്തോ ഒരു ഗിഫ്റ്റ് കൊടുക്കുക നമ്മള് കൊണ്ടുവന്ന്. Смотрите, вот там вот дальше там тоже есть. И вот тут видите сделаны поделочки. это магазины. Да Вот нет, это не магазин. магазин, это гараж. Гараж. Гараж, да. Окей. А магазины там, вот смотрите, вот тут вот по дороге прямо магазин. Вот магазин, вот А, машины да. большие стоят. Вот тут магазин. Если вы пойдете по дороге, ну там ഷോപ്പ് тоже. പോഞ്ഞ അതായത് അങ്ങോട്ട് പോകുമ്പോഴാണ് ഷോപ്പും കാര്യങ്ങളും ഇത് ഗരാജ് ഇവരിവിടെ വന്ന് സ്റ്റോർ ചെയ്യുന്നു കാര്യങ്ങൾ ഇത് ഗരാജ് ഇവരെ വിറകും കാര്യങ്ങളൊക്കെ ഇവിടെയാ കൂട്ടിയത് Это у нас женщина делает зимой. Это нечего, так вот она ഇത് делает. വിന്ററിക്ക് കൂട്ടി വെച്ചതാണ് സിമോയ് ഫുള്ള് വിറകാണ്. ആ വിറക് വിന്റർ ആകുമ്പം ഹീറ്റിങ്ങിന്റെ ആവശ്യത്തിന് വേണ്ടി കൂട്ടി വെച്ച വിറകാണ് in this case student поняла. on YouTuber on yes 1 million subscriber он нужно сделать как А, ну, понятно. А вы-то на кого учитесь? я медицинский учитель скоро будет А вы врач тоже? да точно Ну понятно. он ютубер он надо മോശ് делать- മോശ്. мой муж Я поняла вас. он есть 1 million subscriber нужно сделать как человек живут А вы естественно пройдите вот здесь, вот до этого дома, и там все увидите. Посмотрите. там Да, вот до этого, вот до серого дома, до серого, вот прямо вот этот дом. вы живут там Там люди живут, да. А я здесь живу. можно показать дома кухня нормально Нет, думать не надо, а вот здесь вот покажите, там женщина живет, она вот занимается вот этими поделками. Там, по-моему, можно вы помогаете вас а я не знаю, дома она или нет, она может на работе. അവിടുത്തെ женщин Если она увидит вас, она сама выйдет. какая дома Вот, тут вот. вот Пойдемте, это пойдемте. ഞാൻ ചോദിച്ചു അവരുടെ ഹെൽപ്പ് ചെയ്യുന്ന അപ്പൊ അവരെ പടിയില്ലാന്നാ പറഞ്ഞേ അവിടുത്തെ ഒരു അമ്മച്ചിയും സെനിമൈറ്റ്സ് അതായത് മീൻസ് അവരും വീഡിയോ എടുക്കുന്ന ഒരു അമ്മച്ചി അതേതാ അമ്മച്ചി? അവിടെയും യൂട്യൂബറാണ് Это потому что огороды, понятно? они Вань, тоже это сделают перья, видео да? да Да, I like. занимается она занимается. хорошо ശിങ്കു ഇത്ര അടിപൊളിയായിട്ട് റഷ്യനൊക്കെ സംസാരിക്കുമോ? вы меня понимаете да по-русски я Ничего страшного, ничего. Мы поймем друг друга. Вот посмотрите, она вот тут все заделала, посмотрите. И вот в нашем доме, посмотрите, он даже Дед Мороз. и здесь Да. окей можно я ഏത് ഈ അമ്മച്ചിയാ? Снять, да. Это сделано из пробок. окей Сейчас уже осень, сейчас уже ничего нету. Надо было как-то летом, даже вот в начале сентября приезжать, много чего было. അതായത് ലേറ്റത്തിൽ ഇവിടെ കുറെ കൾട്ടിവേഷൻസ് ഉണ്ടായിരുന്നു ഇപ്പൊ ഇവിടെ ഒന്നുമില്ല എല്ലാം പോയി വിന്റർ ആവാറായി സെപ്റ്റംബർ അതായത് സെപ്റ്റംബറിൽ ഉണ്ടായിരുന്നു അത് ലാസ്റ്റ് ആയല്ലോ അല്ലേ? ഓക്കെ ഓക്കെ അവര് 6 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്താല് ഓക്കെ хорошо അവര് വീട് കാണിച്ചു ആ ഓക്കെ ഓക്കെ പൊളി പൊളി. хорошо подожди мне нужна кухня нет അമ്മച്ചിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുക്ക്. എന്താ കൊടുക്കുന്നത്? ഇത് കൊടുക്കണം എന്താ വേണ്ടേ ചോദിക്കും. എന്ത് വേണേ как എടുത്തോളാം. можно выкушать надо пиццу и как Да что вы не надо? Что вы? все нормально чай это Спасибо, Чай девочки, попить. спасибо, давайте я вас поцелую. спасибо Ну, молодого человека целовать. чай пить хорошо Спасибо. Дим Вы пройдите, потом, может, что-то еще интересное увидите. окей окей спасибо большое В 2:30 идет пароход, а следующий 3 часа, если вы задержитесь. окей до свидания 3 часа дом 4 часа отсюда. 2:03, 2:30. 2:30 о понял 2:30. и здесь Куда вы пришли, туда? окей окей хорошо мы гуляем потом വീട്ടിലോ? 2:30 വന്നാ വീട് കാണിച്ചു ആ ഇതൊക്കെ വേറെ കാര്യം അയൽ ഇങ്ങനെ കേട്ടോ ഡ്രസ്സൊക്കെ അലക്കാനായിട്ട് ആ വീട് ഇതിപ്പം
ഇങ്ങനത്തെ ക്ലൈമറ്റ് ആണ്. വിന്റർ ആയി കഴിഞ്ഞാൽ പറ്റില്ലല്ലേ. അല്ല, ഇങ്ങനെ. ആ സാധനം എന്തുവാ? അത് ഗരാജ് അമ്മച്ചി പറഞ്ഞു. അതല്ല, അതിൽ ഒട്ടിച്ചിരിക്കുന്നത് എന്താ? അത് വെറുതെ ഭംഗിക്ക് ഒട്ടിച്ചതാ. ഇവിടെ ചുഴലിക്കാറ്റ് എന്തോ വരാനുള്ളത്. ഓ, കുപ്പിന്റെ മൂടിയാണിത്. ഫുൾ കുപ്പിന്റെ മൂടി. കൊക്കക്കോളന്റെ മൂടിയില്ലേ. നല്ല രസമുണ്ട് കേട്ടോ വ്ളോഗ്. സൗണ്ട് ഉണ്ട്, അടിപൊളിയായിരിക്കും. Да. Он тоже. Вот это там женщина говорила, это ютубер, занимается видео. Он тоже есть 1 миллион subscribers in YouTube. Можно в интересно есть. Да. Нормально. Можно. Не интерес, да? മനസ്സിലായില്ല അല്ലേ? അല്ല, അവർക്ക് താല്പര്യമില്ല. എന്നാ വാ, കുഴപ്പമില്ല. എന്നാ വാ, പസിബ പറയ്. ഇത് നോക്ക്, കൾട്ടിവേഷൻ ചെയ്ത് ഇവിടെ ചെയ്തോളാൻ പറഞ്ഞു. വീഡിയോ എടുത്തോ. മത്തങ്ങ അല്ലത്? ഇത് മത്തങ്ങ. നല്ല രസമായിട്ടുണ്ടെങ്കിൽ ഓ да. Он нужно как человек живут как готовы, как это дома нужно сделать видео. Он 29 стран гуляет, а потом видео сделать. ചാണകം, ഇവിടെ ചാണകമാണ് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് വെച്ചാല് എല്ലായിടത്തും ഇവരിങ്ങനെ വെക്കും. അതായത് ഇത് ഈ വിന്റർ സ്ഥലല്ലേ. ഇത് വലിയൊരു ഇതാണ്. ഇതെന്ന് വെച്ചാൽ ഒരു ഫ്രൂട്ട് അല്ല, ഒരു ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റുന്ന ഒരു ഇതാണ്. അപ്പൊ ഇവര് ഡെയിലി ബേസിസിൽ ഇതെന്താ വെള്ളത്തിലിട്ട് തിളപ്പിച്ചത് കുടിക്കും. വയസ്സന്മാർ ഇവിടെ കൂടുതലും ഓൾഡ് ഏജ് ആയിട്ടുള്ള പീപ്പിൾ ആട്ടോ ജീവിക്കുന്നത്. ഇവരെ മക്കളൊക്കെ സിറ്റിയിലാ ജീവിക്കാം. അണ്ടിങ്ങനെ എന്താ പറയാ, സമ്മർ വെക്കേഷൻ ആവുമ്പോ അവരിങ്ങനെ വിസിറ്റ് ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഇവിടെ. എല്ലാം മരം കൊണ്ടുള്ള വീടല്ലേ. എല്ലാം ഇതെന്നില്ല ഫ്രൂട്ട്സ് ആയിരിക്കും. കൊള്ളാം, സംഗതി കൊള്ളാം. അപ്പം നമ്മളിതാ ഈ വില്ലേജിന്റെ ഉള്ളിൽ കൂടെ തന്നെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നേരത്തെ വീഡിയോ എടുത്ത് അമ്മച്ചി നമ്മള് 2:30 അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ 1:15 ഉള്ളൂ. അപ്പൊ നമ്മളിങ്ങനെ ഇതൊക്കെ നോക്ക്, നല്ല നല്ല വീടുകളിലേ. ഈ വീട്ടിലൊക്കെ താമസമുണ്ട്. കണ്ടാ വിചാരിക്കും താമസമുണ്ട്. നോക്കിയാ ഇത് കണ്ട, എല്ലാ വീട്ടിലും ഇവരിങ്ങനെ ഈ മരം വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, തിളപ്പിച്ച് കുടിക്കാൻ വേണ്ടിട്ട് ഇമ്മ്യൂണിറ്റി കിട്ടുന്ന. കണ്ടോ, നല്ല ഭംഗിയില്ലേ. രാത്രിയൊക്കെ ഒറ്റപ്പെട്ട പേടിച്ചു പോട്ടോ. ഇവിടെ ഒരു വണ്ടി ഉണ്ടല്ലോ, വായിക്കാം. റിവർ സൈഡ് എവിടെയാ? അവിടെയാ, അങ്ങോട്ട്